ബിൻഷ ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോ എടുക്കാനുള്ള വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. പെട്ടെന്ന് ഞാൻ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് രസം വെക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കുരുമുളകും ജീരകമൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇത്ര രാവിലെ എനിക്കാറൊന്നുമില്ല, ആവശ്യങ്ങൾക്ക് മാത്രമാണ് രാവിലെ എനിക്കുള്ളൂ കേട്ടോ. ഇന്ന് ഇത്തിരി നേരത്തെയാണ് എണീറ്റേക്കണത്. ഒരു 4:30 ആയിട്ടുണ്ട്. ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ തിരിച്ചു പോവാണ്. അപ്പോൾ ഏട്ടന് പൊതിച്ചോറ് കൊടുത്തു വിടണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് പരിപാടികളിലാണ് കേട്ടോ. 6 മണിയാകുമ്പോഴത്തേക്കും പൊതിച്ചോറ് റെഡിയാക്കണം. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ റെഡിയാക്കി തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് രസം വയ്ക്കാനായിട്ട് കുറച്ച് കടുക് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റിയ രസമാണ് കേട്ടോ. എൻ്റെ രസം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കായംപൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ് അതിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അല്ലേ. അതൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ എളുപ്പത്തിന് ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. കറി ഒരുപാട് തിളച്ച് ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ സിമ്പിളായിട്ടുള്ള നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. പിന്നെ കായും പയറും തോരൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം തന്നെ ഏട്ടൻ പറയും ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കണ്ട, 1-2 കറി ഉണ്ടാക്കിയാൽ മതി, നീ നിനക്ക് എന്താണോ എളുപ്പത്തിന് ചെയ്യാൻ പറ്റുക അതെന്താണെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ രസവും തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തലേ ദിവസം തന്നെ എല്ലാതും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കണം. അപ്പം നമ്മളുടെ കിച്ചൺ നമ്മൾ ക്ലീൻ ചെയ്യണ കണ്ട, എന്ത് ജോലി ചെയ്താലും അപ്പം തന്നെ ആ കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കിടക്കും കേട്ടോ. ഓംലെറ്റും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മളുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പം ഇനി വാഴയില ഒന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പൊതിച്ചോറ് കെട്ടാനായിട്ട്. ഇന്നത്തെ പൊതിച്ചോറിലേക്ക് നമ്മൾ ചോറ് തലേദിവസം തന്നെ തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാരണം നേരം വെളുക്കുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഇന്ന് കറികൾ ഉണ്ടാക്കിയാണത്. രസം വെച്ചിട്ടുണ്ട്, മുട്ട ആംപ്ലേറ്റ് ഉണ്ട്, കായും പയറും തോരനുണ്ട്, അച്ചാറുണ്ട്, ഒരു നാളരി ചമ്മന്തിയും ഉണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ പൊതിച്ചോറിലത്തെ. പൊതിച്ചോറ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുടിക്കാനുള്ള വെള്ളം കൂടെ കുപ്പിയിൽ നിറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം ഏട്ടന് രാവിലത്തേക്കുള്ള ഭക്ഷണം കൊടുത്തിട്ട് വേണം എനിക്ക് ഏട്ടന് കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്ത് തലേദിവസം തന്നെ വെച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്തു കൊണ്ടുവന്ന് ബാഗിലാക്കി വെക്കാനായിട്ട്. നമ്മൾ രാവിലെ എണീറ്റിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് തോന്നും. നമ്മൾ തലേദിവസം തന്നെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയും കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ കുറവാണ് കേട്ടോ. ഇപ്പോൾ രണ്ടുപേരും പഴങ്കഞ്ഞിയിലാണ് കയറി പിടിച്ചേക്കണത്. അപ്പോൾ അത് കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പഴങ്കഞ്ഞിയാണ് രണ്ടാളും കുടിക്കണത് കേട്ടോ. അപ്പം ഞങ്ങളും പിന്നെ അത് അങ്ങോട്ട് ശീലാക്കി. ഇനിയിപ്പോൾ അവർക്ക് മാത്രമായിട്ട് പഴങ്കഞ്ഞി ആക്കണ്ട, ഞങ്ങളും കൂടി അങ്ങോട്ട് പഴങ്കഞ്ഞി കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഏട്ടനുള്ള ഡ്രസ്സ് അയൺ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചത് എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സുകൾ അയൺ ചെയ്തതുണ്ട്. അപ്പോൾ അതൊന്ന് ബാഗിലാക്കി വെക്കുകയാണ് കേട്ടോ. നമ്മൾ എത്ര അയൺ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ബാഗിൽ വെക്കുമ്പോൾ അതൊക്കെ ചുക്കിച്ചുളിഞ്ഞ് ഇരിക്കുള്ളൂ. പിന്നെ നമ്മൾ പൊതിച്ചോറും വെള്ളമൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നൊരു മഴക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ കുടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാഗ് അങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോഴത്തേക്കും എൻ്റെ ഏട്ടൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് മെയിനായിട്ടുള്ളൊരു ടെൻഷൻ എന്ന് പറയുന്നത് ബാഗ് പാക്ക് ചെയ്ത് കഴിയണ വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ സ്വസ്ഥമായി. പിന്നെ കുറച്ച് നേരം പേപ്പറൊക്കെ വായിച്ച് രണ്ടാളും കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ഏട്ടനെ കൊണ്ടുവിടാനായിട്ട് വഴി വരെയും പോകട്ടെ. നമ്മുടെ ഇവിടെ കുറച്ച് അങ്ങോട്ട് ഏരിയ വീടുകൾ അധികം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നടക്കും കേട്ടോ. കനക ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമീഴി കോണുകൾ സ്വപ്നം മയങ്ങി കതിരുതിർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയാള ഒളിയലകൾ ചിങ്ങി
അഴകോരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്ന ഏട്ടൻ പോയതിന് ശേഷം രണ്ടാളെയും വന്ന് എനിപ്പിച്ച് യാത്രയാക്കി സ്കൂളിലേക്ക് വിടാനായിട്ട് ഒരുക്കി നിർത്തിയേക്കാണ് കേട്ടോ. കുഞ്ഞൻ പോയി. പാറുക്കുട്ടി അപ്പോൾ ഹോംവർക്കൊക്കെ ഒന്ന് രണ്ടാമത് റിവിഷൻ ചെയ്ത് നോക്കി. അവൾ വണ്ടി വന്നു, അവൾ പോവാണ് കേട്ടോ. അപ്പോൾ പാറുക്കുട്ടി പോകാനായിട്ട് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഏൽപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള കുറച്ച് അടിച്ചു വാരലും തുടയ്ക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇത് തുടങ്ങാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് പരിപാടി കേട്ടോ. അവൾക്ക് ശാസ്ത്രമേളയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ ആൾ പോയിട്ടുള്ളതാണ്. 2-3 ദിവസമായി കുറേശ്ശെ കുറേശ്ശെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഫിനിഷിങ് പോയിന്റിലെത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മാത്സിനുള്ളതാണ് ഉണ്ടാക്കണത് കേട്ടോ. പാറുക്കുട്ടിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും അവൾ ഹെൽപ്പ് ചോദിക്കും. അപ്പം ഞാൻ സഹായിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അവളതൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനതൊന്ന് ലാസ്റ്റ് ഒന്ന് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒട്ടിച്ച് വെക്കുകയാണ്. പാറുക്കുട്ടി ഇപ്രാവശ്യം ഗണിതശാസ്ത്രമേളയ്ക്ക് ഉണ്ടാക്കിയാണത്. സർക്കിള്, സ്ക്വയർ, സ്റ്റാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കട്ടിക്കടലാസിൽ വെട്ടിയിട്ട് അതിൽ കളർ പേപ്പറുകൾ ഒട്ടിച്ചിട്ട് അതൊന്ന് ഷേപ്പാക്കിയതിന് ശേഷം ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാനാണ് പറഞ്ഞേക്കണത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അവൾ ഇത് വെച്ചിട്ട് ക്ലോക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവൾക്ക് അതിൽ എ ഗ്രേഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ആൾ ഭയങ്കര വാശിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പാറുക്കുട്ടിക്ക് ബേസിക് സയൻസിൻ്റെയും കൂടി ഉണ്ടാക്കി കൊടുക്കണം, വിൻഡ് മില്ല് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയേക്കണത്. എന്തായാലും മാത്സിൻ്റെ എന്തായാലും നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വിൻഡ് മില്ല് ഉണ്ടാക്കണതൊക്കെ 2 ദിവസം കൂടി ഉണ്ട് സമയം. അപ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള അൽക്കുരുത്ത് പണികളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമുക്ക് ചെറുപ്പത്തിലൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. നമ്മൾ അങ്ങനെയൊന്നും അന്ന് ചെയ്തിട്ടില്ല. ചെയ്യാൻ ഉണ്ടായിരുന്നത് പോലും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. അന്നൊന്നും ഇങ്ങനെയൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴല്ലേ ഇങ്ങനത്തെ വക പരിപാടികളൊക്കെ തുടങ്ങിയത്. അന്ന് ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് മേടിച്ചതിലായിരുന്നു എന്ന് വെറുതെ തള്ളിയിട്ടായാലും നമുക്ക് പറയാമല്ലോ അല്ലേ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് അത്ര വലിയ സംഭവമാണെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ. പിന്നെ നമ്മളൊരു കാര്യം പറയാൻ മറന്നുപോയില്ലേ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.